നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുമായിരുന്നു തഗ് ലൈഫ് എന്ന ചിത്രം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, മണിരത്നം ചെയ്യേണ്ടത് ഈ സിനിമ മേക്കിംഗ്, അതായത് ഫിലിം മേക്കിങ്ങിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ ഫിലിം മേക്കിങ്ങിൻ്റെ പുതിയ സാങ്കേതിക വശങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരികയോ അതൊന്നും കൊണ്ട് കാര്യമില്ല. മണിരത്നം ഔട്ട്ഡേറ്റഡായി എന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. കാരണം മണിരത്നത്തിന് ഒരു കാര്യത്തിലാണ് തെറ്റുപറ്റിയത്. അദ്ദേഹം എടുക്കുന്ന സിനിമകളുടെ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ സിനിമകളുടെ കഥാസാരം ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടു മറന്നതാണോ അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ആണ് മണിരത്നത്തിന് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മണിരത്നത്തിന് തള്ളിപ്പറയാൻ ഞാൻ തയ്യാറുമല്ല. അപ്പോൾ മണിരത്നം എന്ന സംവിധായകൻ തനിക്ക് പറ്റിയ തെറ്റുകൾ ഈ ആധുനിക തലമുറയ്ക്ക് വേണ്ടിയുള്ള കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ശ്രദ്ധ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പഴയതുപോലെ തന്നെ തിരികെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.